നമസ്കാരം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വളരെ സന്തോഷകരമായ വാർത്തയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുകവലിയും മദ്യപാനവും കുറഞ്ഞു എന്നുള്ളതിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളം കുടിയന്മാരുടെ നാടാണ് എന്ന സ്ഥിരം പല്ലവിയെ പൊളിച്ചെടുക്കുന്നതാണ് ഈ കണക്കുകളിലൂടെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് ആഘോഷങ്ങൾക്കും കോടിക്കണക്കിന് മദ്യവിൽപ്പനയാണ് കേരളത്തിൽ വിറ്റഴിഞ്ഞു പോകാറുള്ളത്. എന്നാൽ അതിനെയെല്ലാം മാറ്റിക്കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. അതായത് കുറച്ച് നാളുകളിലായി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മദ്യപാനത്തിനും പുകവലിക്കും മലയാളികൾ പണം ചെലവഴിക്കുന്നത് കുത്തനെ കുറഞ്ഞതായാണ് പുതിയ അവലോകനത്തിൽ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ഗ്രാമീണ മേഖലയിലുള്ളവർ ആകെ വീട്ടുചെലവിന്റെ 1.88% മദ്യത്തിനും പുകയിലയ്ക്കുമായി ചെലവഴിക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലുള്ളവർ 1.37%മാണ് ചെലവഴിക്കുന്നത്. ദേശീയ ശരാശരി ഇത് യഥാക്രമം 3.70%, 2.41%. അതായത് രാജ്യത്ത് മദ്യപാനം, പുകവലി എന്നീ ലഹരി വസ്തുക്കൾക്കായി ഏറ്റവും കുറവ് പണം ചിലവഴിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും കണക്കെടുത്താൽ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും പണം ചെലവിടുന്നത് ആൻഡമാൻ നിക്കോബാറിലും അവിടുത്തെ ശതമാനക്കണക്ക് 9.08%, നഗരമേഖലയിൽ അരുണാചൽ പ്രദേശിലും 6.51%. ഏറ്റവും കുറഞ്ഞത് ഗ്രാമീണ മേഖലയിൽ ഗോവയിലും അവിടെ 1.52%, നഗരമേഖലയിൽ മഹാരാഷ്ട്രയിൽ 1.14%മാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് സർവേയിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ 2011-12 നടത്തിയ സർവേ പ്രകാരം ലഹരി പദാർത്ഥങ്ങൾക്കായുള്ള കേരളീയരുടെ ചെലവ് ഗ്രാമപ്രദേശങ്ങളിൽ 2.68%, നഗരപ്രദേശങ്ങളിൽ 1.87%. രണ്ട് മേഖലകളിലും ഇത് കുറഞ്ഞതായാണ് ഇപ്പോൾ സർവേ തെളിയിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾക്ക് പണം ചെലവാക്കുന്ന കാര്യത്തിലും നേരിയ കുറവ് വന്നിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു വസ്തുത. ആകെ കുടുംബ ബജറ്റിൽ ഭക്ഷ്യവസ്തുക്കൾക്കുള്ള വിഹിതമാണ് ഇവിടെ കുറച്ച് കാണിച്ചിരിക്കുന്നത്. ഗ്രാമമേഖലകളിൽ 2012 42.99% ആയിരുന്നത് ഇപ്പോൾ 39.10% കുറഞ്ഞിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ 36.97% ഭക്ഷണത്തിന് ചിലവാക്കിയിരുന്നത് ഇപ്പോൾ 36.01% കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.